സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരള PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള 100 ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷൻ ആണ്. പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിച്ചിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളിയാണ്. ഏത് സംഘടനയാണ് ഉണ്ണി നമ്പൂതിരി എന്ന പ്രസിദ്ധീകരണം പുറത്തിറക്കിയത്? പ്രസിദ്ധീകരണത്തിന്റെ പേര് ഉണ്ണി നമ്പൂതിരി എന്ന പ്രസിദ്ധീകരണം പുറത്തിറക്കിയത് ഏത് സംഘടനയാണ്? യോഗക്ഷേമ സഭയാണ് ഉണ്ണി നമ്പൂതിരി എന്ന പ്രസിദ്ധീകരണം പുറത്തിറക്കിയത്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹ സമയത്ത് നിരീക്ഷകനായിട്ട് എത്തിയത് ആരാണ്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം. ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹ സമയത്ത് നിരീക്ഷകനായിട്ട് എത്തിയത് വിനോബ ഭവയാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഏത് സത്യാഗ്രഹ സമയത്താണ് നിരീക്ഷകനായിട്ട് എത്തിയത്? വൈക്കം സത്യാഗ്രഹ സമയത്ത് നിരീക്ഷകനായിട്ട് എത്തിയത്. അടുത്ത ചോദ്യം, അതിർത്തി പ്രവിശ്യയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അതിർത്തി പ്രവിശ്യയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് അതിർത്തി പ്രവിശ്യയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ആധുനിക കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ്. ആധുനിക കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമിയാണ്. ആധുനിക കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്ന് അറിയപ്പെടുന്നത്. ആരെ പ്രകീർത്തിച്ചാണ് കുമാരനാശാൻ ദിവ്യകോകിലം രചിച്ചത്? കൃതിയുടെ പേര് ദിവ്യകോകിലം. രചിച്ചതാരാണ്? കുമാരനാശാനാണ്. ആരെ പ്രകീർത്തിച്ചിട്ടാണ് ദിവ്യകോകിലം എന്ന കൃതി കുമാരനാശാൻ രചിച്ചത്? മഹാകവി ടാഗോറിനെ പ്രകീർത്തിച്ചാണ് കുമാരനാശാൻ ദിവ്യകോകിലം എന്ന കൃതി രചിച്ചത്. അടുത്ത ചോദ്യം, ആർക്കാണ് മാതാപിതാക്കൾ മുടിചൂടും പെരുമാൾ എന്ന് പേരിട്ടത്? മുടിചൂടും പെരുമാൾ എന്ന് മാതാപിതാക്കൾ പേരിട്ടത് അയ്യ വൈകുണ്ഠർക്കാണ് മുടിചൂടും പെരുമാൾ എന്ന് മാതാപിതാക്കൾ പേരിട്ടത്. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? വൈക്കം സത്യാഗ്രഹം എത്ര ദിവസമാണ് നീണ്ടുനിന്നത്? 603 ദിവസമാണ്. 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത്. കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഏക വ്യക്തി ആരാണ്? കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഏക വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുവിനെയാണ് കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്നത്. ശ്രീനാരായണ ഗുരു. എന്റെ പത്രാധിപരില്ലാതെ എനിക്കെന്തിന് പത്രവും അച്ചടിശാലയും എന്ന് പ്രസ്താവിച്ചത് ആരാണ്? എന്റെ പത്രാധിപരില്ലാതെ എനിക്കെന്തിന് പത്രവും അച്ചടിശാലയും എന്ന് പ്രസ്താവിച്ചത് വക്കം മൗലവി. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി ഏതാണ്? 1936 നവംബർ 12. ഏത് നവോത്ഥാന നായകന്റെ ജന്മഗൃഹമാണ് ഉള്ളൂർക്കോട് വീട്? ഏത് നവോത്ഥാന നായകന്റെ ജന്മഗൃഹമാണ്? ചട്ടമ്പി സ്വാമികളുടെ ജന്മഗൃഹമാണ് ഉള്ളൂർക്കോട് വീട്. ചട്ടമ്പി സ്വാമികൾ. വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ചത്? ഉദരനിമിത്തം എന്ന് പരിഹസിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ചത്.
പാരഫിൻ ഓയിൽ എന്നറിയപ്പെടുന്നത്? പാരഫിൻ ഓയിൽ. മണ്ണെണ്ണയാണ് പാരഫിൻ ഓയിൽ എന്ന് അറിയപ്പെടുന്നത്. LPGയുടെ പൂർണ്ണരൂപം? LPGയുടെ പൂർണ്ണരൂപം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. LPGയുടെ പൂർണ്ണരൂപമാണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈയാണ്. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം? പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലമാണ് മാഹി. ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ്? ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര നദിയാണ് ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി, ബ്രഹ്മപുത്ര. ഭാരതത്തിന്റെ ദേശീയ നദിയായിട്ട് ഗംഗയെ പ്രഖ്യാപിച്ച വർഷം? ഭാരതത്തിന്റെ ദേശീയ നദി ഏതാണ്? ഗംഗാ നദിയാണ്. ഗംഗാ നദിയെ ഭാരതത്തിന്റെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ച വർഷം 2008 2008 നവംബറിലാണ് ഭാരതത്തിന്റെ ദേശീയ നദിയായിട്ട് ഗംഗയെ പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദിയാണ് നർമ്മദ നദി. നർമ്മദ നദിയാണ് ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി. മധ്യപ്രദേശിലെ പന്ന ഖനികൾ എന്തിന്റെ ഉൽപാദനത്തിനാണ് പ്രസിദ്ധം? പന്ന ഖനികൾ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ പന്ന ഖനികൾ എന്തിന്റെ ഉൽപാദനത്തിനാണ് പ്രസിദ്ധം? വജ്രത്തിൻ്റെതാണ്, വജ്രം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് മുംബൈ സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? മുംബൈ സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എവിടെയാണ്? അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ധാക്കയിലാണ്, ധാക്ക. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എവിടെയാണ്? ധാക്ക. ബർദോളി സത്യാഗ്രഹത്തിന്റെ നായകൻ ആരാണ്? ബർദോളി സത്യാഗ്രഹത്തിന്റെ നായകൻ എന്ന് അറിയപ്പെട്ടത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിന്റെ നായകൻ എന്ന് അറിയപ്പെട്ടത്. സർദാർ വല്ലഭായ് പട്ടേൽ. ബാലഗംഗാധര തിലകൻ മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം? ബാലഗംഗാധര തിലകൻ മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് കേസരി. കേസരി പത്രം ആരാണ് ആരംഭിച്ചത്? ബാലഗംഗാധര തിലകനാണ്. ഏത് ഭാഷയിലാണ്? മറാത്തി ഭാഷയിലാണ്. ഗദ്ദർ പാർട്ടി രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഗദ്ദർ പാർട്ടി രൂപീകരിച്ചത് ലാല ഹർദയാലിന്റെ നേതൃത്വത്തിലാണ്. ഗദ്ദർ പാർട്ടി രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ലാല ഹർദയാലിന്റെ നേതൃത്വത്തിലാണ് ഗദ്ദർ പാർട്ടി രൂപീകരിച്ചത്. 1961 സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ആരായിരുന്നു? 1961 സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി VK കൃഷ്ണമേനോൻ ആയിരുന്നു. VK കൃഷ്ണമേനോൻ. ദുർഗേശ നന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയതാര്? ദുർഗേശ നന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയത് ബങ്കിങ് ചന്ദ്ര ചാറ്റർജിയാണ്. ദുർഗേശ നന്ദിനി എന്നത് ഒരു ചരിത്ര നോവലാണ്. അത് എഴുതിയതാരാണ്? ബങ്കിങ് ചന്ദ്ര ചാറ്റർജിയാണ്. ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ്.
അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റ്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യത്തെ പ്രസിഡന്റ് ആണ് APJ അബ്ദുൽ കലാം. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റ് ആണ് APJ അബ്ദുൽ കലാം. ഒളിമ്പിക് വളയങ്ങളിൽ ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്ന വളയത്തിന്റെ നിറം. ഒളിമ്പിക് വളയങ്ങളിൽ ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്ന വളയത്തിന്റെ നിറമാണ് മഞ്ഞ. ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്നത് മഞ്ഞ വളയമാണ്. മദ്യം തലച്ചോറിന്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? മദ്യം തലച്ചോറിന്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? സെറിബെല്ലത്തിനെയാണ്. സെറിബെല്ലത്തിനെയാണ് മദ്യം ബാധിക്കുന്നത്. സെറിബെല്ലം. ഹിമാലയത്തിന്റെ നട്ടെൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഏതാണ്? ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയാണ് ഹിമാദ്രി. ഹിമാദ്രിയാണ് ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര. ബോംഡില ചുരം ഏത് സംസ്ഥാനത്താണ്? ബോംഡില ചുരം സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിലാണ് ബോംഡില ചുരം സ്ഥിതി ചെയ്യുന്നത്. അരുണാചൽ പ്രദേശ്. കോറിങ്ക വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? കോറിങ്ക വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. കോറിങ്ക വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശിലാണ്. നീതി ആയോഗ് എന്നതിന്റെ പൂർണ്ണരൂപം. നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് നീതി ആയോഗ് എന്നതിന്റെ പൂർണ്ണരൂപം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ശാസ്ത്രീയമായ മത്സ്യകൃഷി. ശാസ്ത്രീയമായ മത്സ്യകൃഷിയാണ് പിസികൾച്ചർ. പിസികൾച്ചർ എന്താണ്? ശാസ്ത്രീയമായ രീതിയിലുള്ള മത്സ്യകൃഷിയാണ് പിസികൾച്ചർ. ലാവാ പ്രവാഹത്തിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന മണ്ണിനം ഏതാണ്? ലാവാ പ്രവാഹത്തിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. കറുത്ത മണ്ണ് ലാവാ പ്രവാഹത്തിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന മണ്ണിനം. അക്കാമ ചെറിയാന്റെ ആത്മകഥ. അക്കാമ ചെറിയാന്റെ ആത്മകഥയുടെ പേരാണ് ജീവിതം ഒരു സമരം എന്നത്. ജീവിതം ഒരു സമരം. ഇന്ത്യയിൽ സിനിമാ രംഗത്തെ ഏറ്റവും ഉയർന്ന അവാർഡ് ഏതാണ്? ഇന്ത്യയിൽ സിനിമാ രംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ഇന്ത്യയിൽ സിനിമാ രംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷം. ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്നത് 1956. 1956. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം. ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം നോയിഡയാണ്. നോയിഡ. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം നോയിഡ. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖലയാണ് വ്യവസായം. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല ഏതാണ്? വ്യവസായം. മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാണ്? മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ കെ ജയകുമാറാണ്. മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറാണ് കെ ജയകുമാർ. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലമാണ് മണ്ണടി. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1984. 1984 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ്. വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത്. ശന്തരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ശന്തരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലാണ് ശന്തരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്?
മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിയാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കുറ്റ്യാടി. ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ്. ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപാണ് ബിത്രം. ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് ഏതാണ്? ബിത്രം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കോസ്റ്റിക്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്കോസ്റ്റിക്സ്. ആരെഴുതിയ പുസ്തകമാണ് നീർമാതളം പൂത്ത കാലം? നീർമാതളം പൂത്ത കാലം ആരെഴുതിയ പുസ്തകമാണ്? കമലാ സുരയ്യയാണ്. കമലാ സുരയ്യ. നീർമാതളം പൂത്ത കാലം കമലാ സുരയ്യ. കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം ഏത് ജില്ലയിലാണ്? കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പൂർവഘട്ടം. പൂർവഘട്ടം. വയനാട്ടിലെ ആദ്യ ജലസേചന പദ്ധതി. വയനാട്ടിലെ ആദ്യത്തെ ജലസേചന പദ്ധതിയാണ് കാരാപ്പുഴ. കാരാപ്പുഴ ജലസേചന പദ്ധതിയാണ് വയനാട്ടിലെ ആദ്യത്തെ ജലസേചന പദ്ധതി. കാരാപ്പുഴ. പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിന്റെ ഉയരം എത്രയാണ്? പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിന്റെ ഉയരം 8848.86 മീറ്റർ ആണ്, അല്ലെങ്കിൽ 29,032 അടി. 8848.86 മീറ്റർ അല്ലെങ്കിൽ 29,032 അടിയാണ് പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിന്റെ ഉയരം. ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങൾക്ക് പറയുന്ന പേര്. ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങൾക്ക് പറയുന്ന പേരാണ് സൂപ്പർസോണിക് വിമാനങ്ങൾ. സൂപ്പർസോണിക് വിമാനങ്ങൾ. ടാക്കിയോണുകൾ കണ്ടുപിടിച്ച മലയാളി ശാസ്ത്രജ്ഞൻ. ടാക്കിയോണുകൾ കണ്ടുപിടിച്ച മലയാളി ശാസ്ത്രജ്ഞനാണ് EC ജോർജ് സുദർശൻ അല്ലെങ്കിൽ ECG സുദർശൻ. ടാക്കിയോണുകൾ കണ്ടുപിടിച്ച മലയാളി ശാസ്ത്രജ്ഞനാണ് EC ജോർജ് സുദർശൻ അല്ലെങ്കിൽ ECG സുദർശൻ. ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷ ഏത്? ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷയാണ് തമിഴ്. ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷ ഏതാണ്? തമിഴാണ്. സൂര്യാസ്തമയത്തിന് ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുന്ന പ്രതിഭാസം. സൂര്യാസ്തമയത്തിന് ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുന്ന പ്രതിഭാസമാണ് ഭൗമവികിരണം. ഭൗമവികിരണം. ന്യൂക്ലിയസിനു ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ന്യൂക്ലിയസിനു ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് നീൽസ് ബോർ. നീൽസ് ബോർ ആണ് ന്യൂക്ലിയസിനു ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ബ്ലാക്ക് ഫുട്ട് ഡിസീസ് ഉണ്ടാകുന്നത് ഏത് കാരണമാണ്? ബ്ലാക്ക് ഫുട്ട് ഡിസീസ് ആഴ്സനിക് ആണ്. ആഴ്സനിക്. ബ്ലാക്ക് ഫുട്ട് ഡിസീസിന് കാരണമാകുന്നത് ആഴ്സനിക്. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത്. മനുഷ്യനിർമ്മിത പെട്രോളായിട്ട് ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. മനുഷ്യനിർമ്മിത പെട്രോളായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ഹൈഡ്രജൻ ആണ്. കേരളത്തിൽ മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണ്? കേരളത്തിൽ മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര. ആനക്കര ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട്. ആദ്യമായി GST നടപ്പാക്കിയ രാജ്യം. ആദ്യമായി GST നടപ്പാക്കിയ രാജ്യം ഫ്രാൻസ് ആണ്. ഫ്രാൻസ്. കേരളത്തിന്റെ ആദ്യത്തെ ലോകായുക്ത. കേരളത്തിന്റെ ആദ്യത്തെ ലോകായുക്ത ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോൻ. കേരളത്തിന്റെ ആദ്യത്തെ ലോകായുക്ത ആരായിരുന്നു? ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോൻ. കേരളത്തിലെ കോൾ നിലം ഏത് ജില്ലയിലാണ്? കേരളത്തിലെ കോൾ നിലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ. GST നിലവിൽ വന്ന തീയതി 2017 ജൂലൈ 1. GST നിലവിൽ വന്ന തീയതി 2017 ജൂലൈ 1. പെരിയാർ ടൈഗർ റിസർവിന്റെ വിസ്തീർണം.
പെരിയാർ ടൈഗർ റിസർവിന്റെ വിസ്തീർണം 925 ചതുരശ്ര കിലോമീറ്റർ ആണ്. പെരിയാർ ടൈഗർ റിസർവിന്റെ വിസ്തീർണം 925 ചതുരശ്ര കിലോമീറ്റർ. അഗ്നികുണ്ഡല ഖനി ഏത് സംസ്ഥാനത്താണ്? അഗ്നികുണ്ഡല ഖനി സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശ്. മനുഷ്യഹൃദയത്തിന്റെ ഭാരം. മനുഷ്യഹൃദയത്തിന്റെ ഭാരം 250 മുതൽ 300 ഗ്രാം വരെയാണ് മനുഷ്യഹൃദയത്തിന്റെ ഭാരം. 250 to 300 ഗ്രാം ആണ്. 250 to 300 ഗ്രാം വരെയാണ് മനുഷ്യഹൃദയത്തിന്റെ ഭാരം. ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല ഒബ്ലാങ്കേറ്റയാണ്. മനുഷ്യ ഭ്രൂണത്തിന്റെ ഹൃദയസ്പന്ദനം തുടങ്ങുന്നത് എപ്പോഴാണ്? മനുഷ്യ ഭ്രൂണത്തിന്റെ ഹൃദയസ്പന്ദനം സ്റ്റാർട്ട് ചെയ്യുന്നത് 22 ദിവസം പ്രായമാകുമ്പോഴാണ്. 22 ദിവസം പ്രായമാകുമ്പോൾ. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത്. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് ഉയർന്ന രക്തസമ്മർദ്ദമാണ്. ഉയർന്ന രക്തസമ്മർദ്ദമാണ് നിശബ്ദനായ കൊലയാളി എന്ന് അറിയപ്പെടുന്നത്. രക്തത്തെക്കുറിച്ചുള്ള പഠനം. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി. രക്തം കട്ട പിടിക്കാനെടുക്കുന്ന സമയം. രക്തം കട്ട പിടിക്കാനെടുക്കുന്ന സമയം 3 മുതൽ 6 മിനിറ്റ് വരെയാണ്. രക്തം കട്ട പിടിക്കാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 3 മുതൽ 6 മിനിറ്റ് വരെയാണ്. ബ്ലഡ് ബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന താപനില എത്രയാണ്? ബ്ലഡ് ബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. 4 ഡിഗ്രി സെൽഷ്യസ്. മഞ്ഞപ്പനി പരത്തുന്ന കൊതുക് ഇനം. മഞ്ഞപ്പനി പരത്തുന്ന കൊതുക് ഇനമാണ് ഈഡീസ് ഈജിപ്തി. ഈഡീസ് ഈജിപ്തി. റിലാക്സിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. റിലാക്സിൻ ഗർഭാശയമാണ്. ഗർഭാശയമാണ് റിലാക്സിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു വിഭജനവും അഭയാർത്ഥി പ്രവാഹവും. വിഭജനവും അഭയാർത്ഥി പ്രവാഹവും. ആകാശഗംഗ ഏത് തരം ഗാലക്സിയാണ്? ആകാശഗംഗ സ്പൈറൽ ഗാലക്സിയാണ്. ആകാശഗംഗ ഏത് തരം ഗാലക്സിയാണ്? സ്പൈറൽ ഗാലക്സിയാണ്. പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി എന്ന ചിത്രം വരച്ചത്. പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി എന്ന ചിത്രം വരച്ചത് TK പത്മിനിയാണ്. TK പത്മിനി. ചിത്രത്തിന്റെ പേര് പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി. പുരോഹിതരെ കൊല്ലുന്ന കല്ല് എന്ന പേരിനർത്ഥം വരുന്ന മൂലകം. പുരോഹിതരെ കൊല്ലുന്ന കല്ല് എന്ന പേരിനർത്ഥം വരുന്ന മൂലകമാണ് ആന്റിമണി. മനുഷ്യനിലെ സാധാരണ രക്തസമ്മർദ്ദം. മനുഷ്യനിലെ സാധാരണ രക്തസമ്മർദ്ദം 120/80 mmHg ആണ്. 120/80 mmHg. മരിച്ചു കഴിഞ്ഞ മണിക്കൂറുകൾ കഴിയുമ്പോൾ കൈകാലുകൾക്ക് ബലം വയ്ക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര്. മരിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ കൈകാലുകൾക്ക് ബലം വയ്ക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് റിഗർ മോർട്ടിസ്. റിഗർ മോർട്ടിസ്. മുളങ്കാടുകൾക്ക് പ്രസിദ്ധമായ മലപ്പുറം ജില്ലയിലെ സ്ഥലം. മുളങ്കാടുകൾക്ക് പ്രസിദ്ധമായ മലപ്പുറം ജില്ലയിലെ സ്ഥലമാണ് നിലമ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പുരഹിത നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പുരഹിത നഗരം കോഴിക്കോടാണ്. കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പുരഹിത നഗരം. ഏത് രോഗത്തിന്റെ നിർണയത്തിനാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് നടത്തുന്നത്? ഏത് രോഗത്തിന്റെ നിർണയത്തിനാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് നടത്തുന്നത്? എയ്ഡ്സ് രോഗത്തിന്റെ നിർണയത്തിനാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് നടത്തുന്നത്. പേരാർ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പേരാർ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ. മലനിരയിലെ വാരണാസി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം. മലനിരയിലെ വാരണാസി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരമാണ് മണ്ഡി. സൈലന്റ് സ്പ്രിംഗ്
പ്രസിദ്ധീകൃതമായ വർഷം. സൈലന്റ് സ്പ്രിംഗ് പ്രസിദ്ധീകൃതമായ വർഷമാണ് 1962. 1962 സൈലന്റ് സ്പ്രിംഗ് പ്രസിദ്ധീകൃതമായത്. കാസ്ലിംഗ് എന്ന പദം ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കാസ്ലിംഗ് എന്ന പദം ഏത് കളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ചെസ് ആണ്. ചെസ്. ബന്ദ് ഭരണഘടന വിരുദ്ധമായിട്ട് കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചത് എന്നാണ്? ബന്ദ് ഭരണഘടന വിരുദ്ധമായിട്ട് കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചത് 1997 ജൂലൈ 28 1997 ജൂലൈ 28 ബന്ദ് ഭരണഘടന വിരുദ്ധമായിട്ട് കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചത്. ഒ വി വിജയന്റെ ആദ്യത്തെ നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം. ഒ വി വിജയന്റെ ആദ്യത്തെ നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം. സംസ്ഥാന ഗ്രാമവികസന വകുപ്പിന്റെ പ്രസിദ്ധീകരണം. സംസ്ഥാന ഗ്രാമവികസന വകുപ്പിന്റെ പ്രസിദ്ധീകരണമാണ് ഗ്രാമഭൂമി. ഹോർത്തൂസ് മലബാറിക്കസിനായി ആരെഴുതിയ പ്രസ്താവനയാണ് അച്ചടിക്കപ്പെട്ട ആദ്യ മലയാള രചനയായിട്ട് കണക്കാക്കപ്പെടുന്നത്? ഹോർത്തൂസ് മലബാറിക്കസിനായിട്ട് ആരെഴുതിയ പ്രസ്താവനയാണ് അച്ചടിക്കപ്പെട്ട ആദ്യത്തെ മലയാള രചനയായിട്ട് കണക്കാക്കപ്പെടുന്നത്? ഇട്ടി അച്യുതൻ എഴുതിയ രചനയാണ് ഇട്ടി അച്യുതൻ. ദിഗ്ബോയിൽ എണ്ണ ശുദ്ധീകരണശാല ആരംഭിച്ച വർഷം. ദിഗ്ബോയില് എണ്ണ ശുദ്ധീകരണശാല ആരംഭിച്ചത് 1901. 1901. അവസാനത്തെ ചോദ്യം, നാം കഴിക്കുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്ന ഭാഗം? ക്ലോമപിധാനം അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടീസ് ആണ്. ക്ലോമപിധാനം അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടീസ് ആണ് നാം കഴിക്കുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്ന ഭാഗം. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.